ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും PJ ജോർജ് ബ്രദറും കുടുംബവും ചേർന്നാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. താൻ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പായി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തുകൊണ്ട് തൻ്റെ ഒരു ഫ്ലാറ്റ് വിൽക്കുവാനായിട്ട് പ്രാർത്ഥനാ വിഷയം ചോദിച്ചിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഡിസംബർ 20 അത് സെയിലാകാനിടയായി തീർന്നു. ദൈവം ആ വലിയ അത്ഭുതം ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥനാ വിഷയം 2 മക്കളും കുടുംബമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ പ്രത്യേകിച്ച് തൻ്റെ ബാംഗ്ലൂരിലായിരിക്കുന്ന മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ലഭിക്കേണ്ടതിനായി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ആ കുടുംബം, ആ മകനും കുടുംബവും കർത്താവിൽ വളരേണ്ടതിനായിട്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് PJ ജോർജ് ബ്രദറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായി, ദൈവം വീണ്ടും പ്രവർത്തിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ജോർജ് ബ്രദറിനെയും വൈഫിനെയും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിനായിട്ടും, തൻ്റെ UK മകളെ ദൈവം കൂടുതൽ മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തിന് 1000 നന്ദി പറയാം. കഴിഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിനകത്ത്, കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം അത്ഭുതം ചെയ്തതിനായിട്ട് കണ്ണുകളൊന്ന് അടച്ചാട്ടെ. നിങ്ങളും ഈ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ, കർത്താവിൻ്റെ കരമാണല്ലോ വെളിപ്പെടുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മകനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്ത വിടുതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ആർക്കും കടക്കാരനല്ലാത്തതിനാൽ കർത്താവെ, പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തന്നതിനായി സ്തോത്രം. എങ്കിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബാംഗ്ലൂരിൽ അയക്കുന്ന മകനും കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നതിനായി, അവർക്ക് അത്ഭുതങ്ങളെ തുറക്കേണ്ടതിനായി, അവർ ദൈവത്തോട് ഒന്നുകൂടി അടുക്കേണ്ടതിനായിട്ട് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. UK മകളെയും കുടുംബത്തെയും ദൈവം മാനിക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ കുടുംബമായി ഉയർത്തണമേ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവെ, ഇവരുടെ ജീവിതത്തിനകത്തൊരു വലിയ എഴുന്നേൽപ്പ് സംഭവിക്കണം. ഇവരുടെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കണമേ. ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ അതേപോലെ തന്നെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക അപ്പ. യേശുവേ, നിങ്ങളുടെ ജീവൻ ഞങ്ങളുടെ മധ്യത്തിലൊന്ന് വെളിപ്പെടുത്തണമേ. നിങ്ങളുടെ കരം ഞങ്ങളുടെ മധ്യത്തിലൊന്ന് വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതം ചെയ്യണമേ അപ്പ. ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസ കണ്ണിൽ കർത്താവെ, ജോർജ് ബ്രദറിനെ കുടുംബത്തെ ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. തൻ്റെ വൈഫിനെയും തന്നെയും ദൈവം കൂടുതൽ കരുതലോടെ നടത്തണമേ. കർത്താവെ, 2 മക്കളെയും മാനിക്കണമേ. ഒരു അത്ഭുത സാക്ഷ്യമാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെ തിരിച്ചറിയേണ്ടത് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. പ്രിയരെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ കാരണം 2012 മുതൽ അനേക മീഡിയ മാർഗത്തിൽ കടന്നു വരികയും അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായി തീരുകയും ചെയ്തു. ഞാനിത് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ, ഞാനൊരു മതത്തെ ഉയർത്താനല്ല നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്, ഒരു സംഘടന ഉയർത്താനല്ല. എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്ത നന്മകളെ അത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുവാനാണ് നിങ്ങളുടെ മധ്യത്തിൽ വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും കർത്താവിനെ ഉയർത്തുമ്പോൾ, ആ നിർബന്ധത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ നടന്ന എപ്പിസോഡുകളിൽ അനേകർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങളാണ് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ കൂടിവരവുകൾ ഉണ്ടായത്. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കുന്നു, കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ കൂടിവരവുകൾ, ആരാധനകൾ നടക്കുന്നു. നിങ്ങളെയും ഈ 2024 ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ജീവിതത്തിനകത്ത് വഴിയടഞ്ഞു പോയവരുണ്ടാകാം, ജീവിതത്തിനകത്ത് ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുമായി നിൽക്കുന്നവരുണ്ടാകാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മുടെ സകല ചോദ്യങ്ങളുടെയും ഒറ്റ ആൻസറാണ് യേശു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പറഞ്ഞാട്ടെ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും മറുപടിയാണ്
യേശു എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത പ്രശ്നങ്ങളില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ മാറാത്ത രോഗങ്ങളില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത വഴികളില്ല, വാതിലുകളില്ല. അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ കർത്താവ് ചെയ്യുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ, വലിയ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരും. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ ഈ 2024 ആരംഭത്തിൽ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഭയങ്കര വ്യത്യാസങ്ങൾ തരാൻ പോവുകയാണ്. നിങ്ങൾ സ്വതമേ കയറാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആ കടബാധ്യതയിൽ നിന്ന്, സ്വതമേ ഇനി മാറത്തില്ല എന്ന് പറയുന്ന ആ രോഗത്തിൽ നിന്ന്, ആ പ്രതികൂലത്തിൽ നിന്ന്, ആ കുടുംബ വിഷയത്തിനകത്തുനിന്ന് എൻ്റെ കർത്താവിൻ്റെ വചനം അയച്ച് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ തമ്പുരാൻ വിളിച്ചു പറയുന്നു, ജാതികൾക്ക് മീതെ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവന് വേണ്ടി. ആവർത്തന പുസ്തകം 28 വാക്യം പറയുന്നു, ഞാൻ നിന്നെ ജാതികൾക്ക് മീതെ ഉന്നതമാക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിന്നെ ഉന്നതമാക്കുന്നവനാണ്, എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുന്നവനാണ്. അപ്പോൾ ശ്രദ്ധയോടെ ഈ വചനം ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും മാറ്റം വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറയാം. യോഹന്നാന്റെ സുവിശേഷം 3 അതിൻ്റെ 16 വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങളെയും എന്നെയും കർത്താവ് സ്നേഹിച്ചു. ആ സ്നേഹമാണ് അറിയാം പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകത്തില്ല. വിശ്വസിക്കാമെങ്കിൽ പറഞ്ഞാട്ടെ, നശിച്ചു പോകത്തില്ല. ആരെല്ലാം ഏതെല്ലാം നിലയിൽ നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി വിളിച്ചു പറയും, നശിച്ചു പോകും, തീർന്നു പോകും, ലജിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തെ ഉറപ്പായിട്ട് വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നശിച്ചു പോകത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കാരണം റോമാലേഖനം 10 വാക്യം പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. 2024 തുടക്കം മുതൽ ദൈവം എന്നോട് സംസാരിച്ചത് ദ ഹയർ ലെവൽ ഓഫ് അനോയിന്റിങ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഉയർന്ന നിലയിലുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ 2023 വരെയും നിങ്ങൾ ആയിരുന്ന തലത്തിൽ നിന്ന് അടുത്തൊരു ഉയർന്ന തലത്തിലോട്ട് നിങ്ങൾ കയറുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവന് മനസ്സിലാക്കേണ്ടതിനായിട്ട് 1-ാം നിലയിൽ നിന്ന് കാണുന്നതിനേക്കാൾ വലിപ്പത്തിൽ 2-ാം നിലയുടെ മുകളിൽ ചെന്ന് നിന്നാൽ നിങ്ങൾക്ക് അധികം വലിപ്പത്തിൽ കാര്യങ്ങൾ ദർശിക്കുവാൻ കഴിയും. കാഴ്ച വർദ്ധിച്ചതുപോലെ ഒന്നുകൂടെ ദൂരത്തുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുവാൻ പോവുകയാണ്. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുകയാണ്. അവരുടെ അവസ്ഥകൾക്ക്, അവരുടെ അഭിഷേകത്തിന് മൊത്തത്തിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഇന്നലകളിൽ നിന്ന് പ്രശ്നത്തെ മുഴുവൻ നിങ്ങളുടെ കാലിൻ്റെ കീഴിലേക്കാക്കി നിങ്ങൾ ഉയരത്തിലേക്ക് ഉയരുകയാണ്. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ, ആ പ്രതികൂലത്തെ ജയിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ മിനിറ്റിൽ, ഈ എപ്പിസോഡിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഭയങ്കരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടും ഈ എപ്പിസോഡിൻ്റെ അടുത്ത ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉയർന്ന നിലവാരം അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ അഭിഷേകം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞ ഒരു പദം ഞാൻ നിങ്ങളോട് പറയുന്നു. ഇടവിടാതെ ദൈവത്തെ സേവിച്ച, ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചവനെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മകളെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഇടവിടാതെ നിങ്ങൾ ദൈവത്തെ സേവിച്ച ആളാണോ? ഇടവിടാതെ ദൈവത്തിന് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണോ? ഹല്ലേലൂയ. ആരാധന മുടക്കാതെ ദൈവസഭയിൽ പോയ ആളാണോ? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എൻ്റെ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥനയോടെ, ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധയോടെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കാൻ പറ്റുന്നവർ, ഈ മെസ്സേജുകൾ മിസ്സാകുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ ദിവസങ്ങളിൽ യൂട്യൂബുകൾ ശ്രദ്ധിച്ചവർ ഒത്തിരി പേർ സൗഖ്യമാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവ് ഈ സമയം എന്ന് പറയുന്നത് മീഡിയയുടെ സമയമാണ്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും ഒരു വചനത്തിൻ്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു ദൈവശബ്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ കഴിയും. ആ പ്രതിസന്ധി നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ ഈ ലിങ്കുകൾ, യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവർക്കുണ്ട്. നിങ്ങൾ അറിയാവുന്ന പ്രശ്നത്തിൽ ഇരിക്കുന്ന ആൾക്കും കൂടെ നിങ്ങൾ കൈമാറണമെന്ന് ഉറപ്പിക്കുന്നു. ദൈവത്തിന് വലിയ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. എങ്കിൽ ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നു, ഇടവിടാതെ സേവിക്കുന്നവന് വേണ്ടി, ഇടവിടാതെ
പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിനകത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. പ്രിയരെ, ഈ എപ്പിസോഡിൽ നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ ഒറ്റ വചനത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ചിന്തിക്കുകയും നിങ്ങളുമായിട്ട് ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ വർഷം ഉയർന്ന തലമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഇടപെടാതെ സേവിച്ചുകൊണ്ടിരുന്ന ദാനിയേലിന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലം കണ്ടു. ഹല്ലേലൂയ. പ്രതികൂലം വന്നപ്പോൾ ദാനിയേൽ പ്രാർത്ഥന നിർത്തിയില്ല. ദാനിയേൽ നിരാശപ്പെട്ടില്ല. കാരണം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ പ്രാർത്ഥന നിർത്തിയതല്ല, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ 3 നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിൽ അതേ തുടർന്ന് താഴോട്ട് വരികയാണ്. നിയമം തനിക്ക് വിരോധമാകയാൽ, രേഖ തനിക്ക് വിരോധമാകയാൽ ദാനിയേലിനെ ഹല്ലേലൂയ രാജാവ് സിംഹക്കുഴിയിലേക്ക് എറിയുവാനായിട്ട്, സിംഹക്കുഴിയിലേക്ക് ഇട്ടുകളയുവാനായിട്ട് ഹല്ലേലൂയ തീരുമാനമായി, ആ കൽപ്പനയായി. ഈ വചന പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേൽ ഇതാ സിംഹക്കുഴിയിലേക്ക് നിയമപ്രകാരം അല്ലെങ്കിൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം സിംഹക്കുഴിയിലേക്ക് വീഴുകയും 6-ന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സിംഹക്കുഴിയുടെ വാതിൽ ഒരു കല്ല് വെച്ച് അടയ്ക്കുകയും രാജാവ് മുദ്ര വയ്ക്കുകയും ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും ഹല്ലേലൂയ രാജകൽപ്പന പ്രകാരമല്ലാതെ ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ഈ വചനചിന്തയിൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് നിന്ന് നമ്മൾ ആഴമായ ചില പോയിന്റുകൾ ചിന്തിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഞാനിത് എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന്, ദൈവത്തെ സേവിക്കുന്നതിന്, ആരാധനയ്ക്ക് പോകുന്നതിന് ഇതൊന്നിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം മറുപടി പറയാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരം പറയാൻ പോവുകയാണ്. ഇതാ ദാനിയേലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ സിംഹക്കുഴിയിൽ അകത്തേക്ക് വീണു. ഹല്ലേലൂയ. അവിടെ ചെല്ലുന്നതിന് മുമ്പേ ദാനിയേലിന്റെ ദൈവം സിംഹക്കുഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ചെല്ലുന്ന പ്രശ്നത്തിന് മുമ്പേ, നീ ആയിരിക്കുന്ന രോഗത്തിന് മുമ്പേ എൻ്റെ കർത്താവ് അതിനൊരു വഴി തുറന്നിട്ടുണ്ട്. അതറിയാവുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആമേൻ പറയണം. ഇത് ദാനിയേൽ സിംഹക്കുഴിയിലെത്തി. ദാനിയേലിന്റെ ദൈവം സിംഹത്തിന്റെ വായടച്ചു. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത് അന്ന് ഉച്ച കഴിഞ്ഞ സമയത്തായിരിക്കണം ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയുന്നത്. കാരണം അതിരാവിലെ ഉറക്കം കളഞ്ഞ് രാജാവ് തന്നെ സിംഹക്കുഴിയുടെ വാതിലിൽ വന്ന് സംസാരിക്കുന്ന പദമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. അതിനകത്ത് 1-ാമത്തെ പദം ദാനിയേലിനോട് രാജാവ് വിളിച്ചു പറയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ഹല്ലേലൂയ. 1-ാമത്തെ പോയിന്റ് ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങളായിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും നിങ്ങൾ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കാമെങ്കിൽ നിങ്ങളുടെ പേര് കർത്താവ് മാറ്റും. നിങ്ങൾ ഇന്നായിരിക്കുന്ന കടബാധ്യതയിൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന രോഗത്തിന്റെ അനുഭവത്തിൽ, നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിനകത്തുനിന്നെല്ലാം ദൈവത്തോട് മാറാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാമെങ്കിൽ ആ പ്രശ്നത്തിനകത്ത് ദൈവം നിങ്ങളുടെ പേരിനെ മാറ്റിയിരിക്കും. ഹല്ലേലൂയ. സിംഹക്കുഴിക്ക് അകത്ത് കിടക്കുന്ന ദാനിയേലിനെ ഇപ്പോൾ രാജാവ് വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ഹല്ലേലൂയ. ഇന്നലെ വരെയും വെറും ദാനിയേലായിരിക്കാം, ഇന്നലെ വരെയും മന്ത്രി ദാനിയേലായിരിക്കാം, ഇന്നലെ വരെയും ഉയർന്ന ഉദ്യോഗസ്ഥനായ ദാനിയേലായിരിക്കാം. പക്ഷേ ഈ പ്രശ്നത്തിലേക്ക് ചെന്ന് ദാനിയേലിന്റെ പേര് മാറുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേല്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പട്ടണത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, നിങ്ങളുടെ ബന്ധുക്കാർ, നിങ്ങളുടെ ഭവനത്തിലുള്ളവർ നിങ്ങളെ നോക്കി ഈ മെസ്സേജ് കഴിഞ്ഞ് നിങ്ങളൊരു വിടുതലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേര് മാറ്റി വിളിക്കാൻ പോവുകയാണ്. അവൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനൊന്ന് അറിയണമെന്നും അങ്ങനൊന്ന് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ കർത്താവിന് 1-2 മിനിറ്റുകൾ നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ 1-ാമത്തെ ചിന്ത, ആയിരിക്കുന്ന പ്രതികൂലത്തിൽ, ആയിരിക്കുന്ന പ്രശ്നത്തിനകത്ത് ദാനിയേല് കർത്താവിനാൽ വിടുതൽ പ്രാപിക്കുമ്പോൾ 1-ാമത് ദാനിയേൽ കേൾക്കുന്നത് അവൻ്റെ പേരിനോടുകൂടെ ജീവനുള്ള ദൈവം വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം അവനെ വിടുവിക്കാൻ ശക്തനാണെന്നുള്ളത് ലോകം മുഴുവൻ അറിയാൻ പോവുകയാണ്. 2-ാമത്തെ വിഷയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ദാനിയേൽ സിംഹക്കുഴിയിൽ 12 മണിക്കൂർ മുമ്പേ എറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. ആ 12 മണിക്കൂറിന് ശേഷം ദാനിയേലിന് സ്വതമേ കരക്ക് കയറാൻ കഴിയത്തില്ല. ദാനിയേലിന് സ്വതമേ സിംഹക്കുഴിയുടെ പുറത്തു വരാൻ കഴിയത്തില്ല. പക്ഷേ ദാനിയേലിന് വേണ്ടി ദൈവം
ഒരു ഉന്നതനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. ഈ മെസ്സേജ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ പ്രശ്നത്തിൽ നിന്ന്, നിൻ്റെ ആ കുടുംബ വിഷയത്തിനകത്തു നിന്ന്, നിൻ്റെ ആ പ്രതികൂലത്തിൽ നിന്ന്, ആ ജോലി ഇല്ലായ്മയിൽ നിന്ന്, ജോലിയിൽ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്തു നിന്ന്, നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് എല്ലാത്തിനകത്തുനിന്നും നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന് വേണ്ടി എൻ്റെ ദൈവം ഒരു ഉന്നതനെ അയച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം ഒരു ഉന്നതനെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവം ദാനിയേലിന് വേണ്ടി അവിടുത്തെ വേറെ ഒരാളെയല്ല അറേഞ്ച് ചെയ്തത്, ആ സ്ഥലത്ത് ഉന്നതനായ രാജാവിനെ തന്നെ അറേഞ്ച് ചെയ്തു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തെ ചിന്ത, എൻ്റെ ദൈവം നിന്റെ പ്രതികൂലത്തിൽ നിന്നെ കരകയറ്റേണ്ടതിന് വേണ്ടി, നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റേണ്ടതിന് വേണ്ടി കർത്താവ് ഒരു ഉന്നതനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നിലവാരം മാറാൻ പോവുകയാണ്. 2024 ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേജ് മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു ഉന്നതനെ അറേഞ്ച് ചെയ്യുകയാണ്. ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ച്, ദൈവപ്രവർത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച കർത്താവെ, നീ എൻ്റെ പ്രതികൂലത്തിൽ ഒരു വ്യക്തി അറേഞ്ച് ചെയ്തു. അത് ഈ മിനിറ്റുകളിൽ തന്നെ വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് ആ സാമ്പത്തിക സഹായം വരാൻ പോകുകയാട്ടോ. ഹല്ലേലൂയ. ആ വഴി തുറക്കാൻ പോകുക, ആ ബാങ്ക് നിങ്ങളെ സഹായിക്കാൻ പോകുക. ഹല്ലേലൂയ. ആ ഡോക്ടർ നിങ്ങളോട് കരുണ തോന്നാൻ പോകുക. കാരണം എൻ്റെ ദൈവം അപ്പോയിൻമെൻറ്റ് ചെയ്ത വ്യക്തിയെ നീ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, ദാനിയേലിന് സ്വതമേ കയറാൻ പറ്റത്തില്ല, പക്ഷേ ദാനിയേലിന് വേണ്ടി ആ കുഴിയിൽ നിന്ന് കയറ്റുവാൻ ദാനിയേലിന്റെ ദൈവം ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്തയും അതേപോലെ തന്നെ ഭയങ്കര വലിപ്പമുള്ളതാണ്. ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ എത്തുന്നതിന് മുമ്പേ അറിയാം, ദൈവം സിംഹങ്ങളുടെ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ അധരത്തെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ വായ അടച്ചുകൊണ്ട് എൻ്റെ ദാനിയേലിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിനെ ഹല്ലേലൂയ ദൈവം സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ദൈവം അവന് വേണ്ടി വഴിയൊരുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 121 സങ്കീർത്തനം ശ്രദ്ധിക്കുന്നവർക്കറിയാം, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയും ഉറങ്ങുകയും ചെയ്യുകയില്ല. 121 മൂന്നാമത്തെ വാക്യം, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറക്കവും മയക്കവും ഇല്ലാത്തവനാണ്. 4ാമത്തെ വാക്യം, ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കുകയില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ കാക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാണനെ പരിപാലിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങളെയും എന്നെയും കാക്കുന്ന എൻ്റെ കർത്താവ് ഇന്നും ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെയും ആ പ്രതിസന്ധിയിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനാണ്. അതാണ് മൂന്നാമത്തെ ചിന്ത. 4ാമത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, എൻ്റെ കർത്താവ് രക്ഷകനാണ്. ഹല്ലേലൂയ. രാജാവ് തന്നെ ചോദിക്കുകയാണ്, നിന്നെ ആ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ നിന്റെ ദൈവം പ്രാപ്തനാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഇന്നായിരിക്കുന്ന മുഴുവൻ പ്രശ്നത്തിനകത്തുനിന്നും മുഴുവൻ പ്രതികൂലത്തിനകത്തുനിന്നും ഒരുമിച്ച് പറഞ്ഞോ, എൻ്റെ കർത്താവ്. 4ാമത്തെ ചിന്ത ഭയങ്കര വലുതാണ് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് രക്ഷിക്കുന്നവനാണ്. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണ്. എൻ്റെ സകലത്തിന് മുകളിൽ എൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന എനിക്കൊരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പറയാമെങ്കിൽ പറഞ്ഞോ. നിങ്ങളുടെ കടബാധ്യതയെ നോക്കി, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ഉയർന്ന തലത്തിലോട്ട് കാൽ വയ്ക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളെ യഹോവയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന 55 സങ്കീർത്തനം 22ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരത്തെ ചുമക്കുന്ന, നിന്റെ വേദനകളെ ചുമക്കുന്ന, നിന്റെ വിഷമങ്ങളെ ചുമക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് രക്ഷിക്കാൻ ശക്തനാണ്. 5ാമത്തെ പോയിന്റ്, ഈ 5 പോയിന്റുകൾ ഭയങ്കര ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ഒറ്റ വാക്യത്തിൽ നിന്ന് ഞാൻ 5 പോയിന്റുകൾ ശ്രദ്ധിക്കുമ്പോൾ, ഈ 5 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾ അടുത്തൊരു നിലയിലേക്ക്, ഹല്ലേലൂയ, ഈ വർഷം ഹയർ ലെവലിലേക്കാണ്, ഹല്ലേലൂയ, ഉയർന്ന നിലയിലെ അഭിഷേകത്തിലേക്ക് നിങ്ങൾ കയറുകയാണ്. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന്, നിങ്ങളുടെ പ്രതികൂലത്തിൽ നിന്ന്, നിങ്ങളുടെ ഭയത്തിൽ നിന്നെല്ലാം നിങ്ങൾ ഉന്നതമായ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തരും 5ാമത്തെ ചിന്തയിലേക്ക് വരുന്നു. ദാനിയേൽ നിന്ദിക്കപ്പെടുമെന്ന് ചിന്തിച്ചെടുത്തുന്നെല്ലാം ദാനിയേലിന്റെ ദൈവം ദാനിയേലിന്റെ നിന്ദയെ മാറ്റിയാണ്. ദാനിയേൽ തിരിച്ച സിംഹക്കുഴിയിൽ നിന്ന് കയറുമ്പോൾ ദേശം മുഴുവൻ ദാനിയേലിന്റെ ഹല്ലേലൂയ ദൈവത്തെ അറിയുകയാണ്. 3 മെയിനായ പദങ്ങൾ ഞാൻ വിളിച്ചു പറയുകയാണ്. റോമാലേഖനം 10ാം അധ്യായം 11ാമത്തെ വാക്യം, അവനിൽ വിശ്വസിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അടുത്തത് 34ാം സങ്കീർത്തനം അതിൻ്റെ 5ാമത്തെ വാക്യം, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോകത്തില്ല, അവൻ്റെ മുഖമോ പ്രകാശിതരായി. ഹല്ലേലൂയ. അടുത്ത ഭാഗം 25ാം സങ്കീർത്തനം അതിൻ്റെ 3ാമത്തെ വാക്യം, അവനെ കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകാൻ ദാനിയേലിന്റെ ദൈവം
നിങ്ങൾക്ക് വേണ്ടി ഈ എപ്പിസോഡിൻ്റെ നടുവിൽ ഇറങ്ങി വരികയാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചലിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അത്ഭുത സാക്ഷ്യത്തിന് ശേഷം പ്രാർത്ഥിക്കാം. കടന്നു വരട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ മകളുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും വളരെയേറെ ഭാരപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ഒത്തിരി മനോവിഷമത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. മനുഷ്യരോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല, അത്രയും സങ്കടത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു വരുന്നത്. എന്നാൽ കർത്താവ് കഴിഞ്ഞ മാസം 15-ാം തീയതി രാത്രി 10 മണിയോടുകൂടി അവളുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതൽ നൽകി. പാസ്റ്റർ പറഞ്ഞിരുന്നു 17-ാം തീയതിക്കുള്ളിൽ സാക്ഷി ഉണ്ടാവുമെന്ന്. അതുപോലെ ജോബിൻ പാസ്റ്ററും പറഞ്ഞു ഡിസംബറിലൊരു പ്രവൃത്തി നടക്കും സിസ്റ്ററെ എന്ന്. കർത്താവേ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്ത് പോരായികയുണ്ടെങ്കിലും ഒരു കുടുംബമായി കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് പണിയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. ദൈവമേ, റോയ് പാസ്റ്ററിനും ജോബിൻ പാസ്റ്ററിനും എല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടു സഹോദരങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾക്കൊരു ലോൺ അടക്കാനുണ്ടായിരുന്നു. സാക്ഷ്യം പറയണത്തിൽ താമസിച്ചു പോയതാണ്. ആ ലോൺ അടക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 82,000 രൂപ അടക്കാൻ ബാക്കി നിൽക്കെ ആ ലോൺ തള്ളിപ്പോകാൻ ദൈവം ഇടയാക്കി. എൻ്റെ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ നൽകിയ എല്ലാവിധ നന്മകൾക്കും നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ നിർത്തിയ കൃപയ്ക്കായി നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുകയാണ്. 2024 ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഭയങ്കര വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇവരെ സ്പർശിക്കണമേ അപ്പാ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇല്ലായ്മകളിൽ, ഇവരുടെ ജീവിതത്തിനകത്ത് ഇനി ഭയങ്കര ഞെരുക്കമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുടെ വെളിയിൽ അങ്ങനെ സമൃദ്ധിയുടെ കരമങ്ങ് നീട്ടണമേ അപ്പാ. വിതച്ചാൽ കൊയ്യുമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തി ദൈവത്തിന് വേണ്ടി നിന്ന് ഇവരെ അങ്ങ് തള്ളിക്കളയത്തില്ലല്ലോ അപ്പാ. ഉയർന്ന തലത്തിലോട്ട് അങ്ങ് നടത്താൻ പോകുന്നതിനായിട്ട്, ഹയർ ലെവലിലേക്ക് അങ്ങ് നടത്താൻ പോകുന്നതിനായിട്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സീസൺ ആകട്ടെ അപ്പാ. ഞാൻ ഈ സമയത്ത് തന്നെ മനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മനുവിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ഞാൻ ഈ സമയത്ത് തന്നെ എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസിയുടെ ജീവിതത്തിനകത്ത് കണ്ണുനീരിൽ തീരാനല്ല ദൈവം വിളിച്ചത്. എൻ്റെ കുടുംബത്തിനകത്ത് ആകമാനം ഒരു മാറ്റം ദൈവം തരികയാണ്. ആത്മാവിൽ ഇപ്പോൾ എന്നെ കാണുന്ന കടബാധ്യതയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ് തകർന്ന് ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു പുതുക്കത്തിൻ്റെ സമയമാണ്. ഇതൊരു റെസ്റ്റോറേഷൻ്റെ സമയമാണ്. ഇതൊരു വിടുതലിൻ്റെ സമയമാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ മടക്കി വരുത്താൻ പോകുന്നു. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കർത്താവെ, ഞാൻ ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത്, ഇതുവരെയും കാണാത്തത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങട്ടെ. വലിയ വലിയ വാതിലുകൾ തുറക്കട്ടെ. വലിയ ദൈവപ്രവർത്തികൾ ഇവർ കാണട്ടെ. കർത്താവെ, ഞാൻ സൈമണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈമൺ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് പറയേണ്ട, ദൈവം വർധനവിൻ്റെ ദൈവമാണ്. ദൈവം ഹാർവസ്റ്റിൻ്റെ ദൈവമാണ്. ദൈവം തീർന്നെടുത്തുനിന്ന് നിങ്ങളെ കരം പിടിച്ച് മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. കർത്താവെ, ചില കുടുംബങ്ങൾ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തിൽ കാണുന്നവരുണ്ട്. ലോൺ അടയ്ക്കാൻ പറ്റാത്തവരുണ്ട്. ജീവിതത്തിനകത്ത് വഴികൾ അടഞ്ഞവരുണ്ട്. തലമുറയുടെ വിടുതലില്ലാത്തവരുണ്ട്. കർത്താവെ, അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ അസ്തിത്താഴ്വരിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവർക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയ മറുപടികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ കരം ഇപ്പോൾ ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആണിപ്പാടുള്ള കരം അനേകരെ തൊടുകയാണല്ലോ. ഇപ്പോൾ വീടിനകത്ത് നിൽക്കുന്ന മദ്യപാന ശക്തികൾ മാറട്ടെ. തലമുറയെ കിട്ടി നിൽക്കുന്ന മയക്കുമരുന്നിൻ്റെ ശക്തികൾ മാറട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകളുടെ സാധ്യത, വലിയ മഴയ്ക്കുള്ള മുഴക്കം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടികൾ വരട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ.
പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അതേപോലെ തന്നെ സാക്ഷ്യവും വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ 2024 തയ്യാറാകുന്നവർ നിങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തുച്ഛമായ പൈസ 2 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ കരം വീട്ടണമെന്ന് ഓർപ്പിക്കുന്നു. വലുത് ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് ആ നിധിഗുപ്തങ്ങളെ തുറക്കുന്നത് പോലെ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി അടഞ്ഞ മുഴുവൻ വഴികളും തുറക്കട്ടെ, അടഞ്ഞ മുഴുവൻ വാതിലുകളും തുറക്കട്ടെ, അത്ഭുതങ്ങൾ തുറക്കട്ടെ. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ മക്കൾക്കുമായിട്ട് പ്രത്യേകമായി ഒരു അറിയിപ്പ് ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു. ഇതുവരെയും കയറാത്തവർ വേഗത്തിൽ തന്നെ ഈ നമ്പറിൽ വിളിച്ച് സൂം ഐഡികൾ ചോദിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിച്ചാട്ടെ. അല്ലെങ്കിൽ ആ കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. ഈ വർഷം അധികത്തിൽ നടത്തുന്ന ഹല്ലേലൂയ ഉയർന്ന തലത്തിലോട്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.